ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. കോഴിക്കോട് നഗരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നും യുവതികളെ എത്തിച്ച് പെൺവാണിഭം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കെട്ടിടം കേന്ദ്രീകരിച്ചാണ് അനാശാസ്യ പ്രവർത്തനം. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ അസം സ്വദേശിനിയായ 17-കാരിയാണ് പെൺവാണിഭ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവ് 3 മാസം മുൻപാണ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. 15,000 രൂപ മാസ ശമ്പളത്തിൽ ജോലി ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. കേരളത്തിലെത്തിയ യുവതിയെ നഗരത്തിലെ വാടക വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു ചൂഷണത്തിന് ഇരയാക്കിയത്. പെൺവാണിഭ സംഘം 5ഓളം പെൺകുട്ടികളെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഇവിടേക്ക് ഇടപാടുകാരെ എത്തിക്കുന്നതാണ് പതിവ്. മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടൻ മുന്നിൽ കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ആർത്തവ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ പേരിൽ യുവതിയെ കൊന്ന് സാരിയിൽ കെട്ടിത്തൂക്കി. ഭർത്തൃമാതാവും ഭർത്തൃസഹോദരിയും ചേർന്നാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ഉത്തര മഹാരാഷ്ട്രയിലാണ് സംഭവം. ഗായത്രി കോലി എന്ന 26-കാരിയാണ് കൊല്ലപ്പെട്ടത്. ക്രൂര കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം സാരിത്തുമ്പിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. മകനുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ അച്ഛനെ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ചു. പൂന്തുറ ആറ്റിൻപുറം സ്വദേശി മരിയാദാസന്റെ മകനുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് 3-അംഗ സംഘം മരിയാദാസനെ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ചത്. വയറ്റിൽ ആഴത്തിൽ കുത്തേറ്റ മരിയാദാസൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതികളായ മുട്ടത്തറ, പൂന്തുറ, ആറ്റിൻപുറം സ്വദേശികളായ സുനിൽ, ബ്രിജിൻ, വർഗീസ് എന്നിവരെ പിടികൂടി. സഹപ്രവർത്തകയുടെ 17-കാരനായ മകനെ ലൈംഗികമായി പീഡിപ്പിച്ച 28-കാരി അറസ്റ്റിൽ. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള വീട്ടിലെ ജോലിക്കാരിയായ യുവതിയാണ് സഹപ്രവർത്തകയായ സ്ത്രീയുടെ 17 വയസ്സുള്ള മകനെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 29-ന് യുവതി 17-കാരനെ ചുംബിക്കുന്നത് വീട്ടിലെ മാനേജർ കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തുവരുന്നത്. കൗമാരക്കാരനായ ആൺകുട്ടിയും അമ്മയും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് സംഭവം. വിവരമറിഞ്ഞതോടെ 17-കാരന്റെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. യുവതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. യുവതി 2 തവണ തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും ലൈംഗിക അതിക്രമം പുറത്തു പറഞ്ഞാൽ മോഷണ കുറ്റം ചുമത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയെന്നും 17-കാരൻ വെളിപ്പെടുത്തി. തിരുവനന്തപുരത്തെ വിവാഹ സൽക്കാരത്തിനിടെ കത്തിക്കുത്ത്. കാട്ടാക്കട കൃപ ഓഡിറ്റോറിയത്തിലാണ് സംഭവം. ആരുമാളൂർ സ്വദേശി അജീറിനാണ് കുത്തേറ്റത്. മണ്ഡപത്തിനടുത്ത് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് സംഭവം. പരിക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൻ എന്നയാളാണ് ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും ഫോണും പണവും കവർന്നു. കൊച്ചിയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് പണവും സ്വർണവും കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെയും സുഹൃത്തിന്റെയും 2 പവന്റെ സ്വർണമാലയും ഐഫോണും 6,400 രൂപയുമാണ് മോഷണ സംഘം കവർന്നത്. സംഭവത്തിൽ 3 പേരാണ് പിടിയിലായത്. കറുകപ്പള്ളി സ്വദേശി ഇർഷാദ് ഇക്ബാൽ, എളമക്കര സ്വദേശികളായ ആദിത്, ഇർഫാൻ, ഇത്യാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കലൂർ ദേശാഭിമാനി റോഡിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം പണവും സ്വർണവും കവർന്നത്.